സോദോം ഉൾപ്പെടെ 4 നഗരങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. അവരുടെ പാപകരമായ പെരുമാറ്റം ആധുനിക സംസ്കാരത്തിന് സമാനമാണ്. നമുക്ക് ചുറ്റുമുള്ള ആധുനിക സോദോമിലേക്കും ഗോമോറയിലേക്കും ഇതൊരു മുന്നറിയിപ്പും ഓർമ്മപ്പെടുത്തലുമായി കാണുക. അമിതമായ മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും അധാർമികമായ ചൂഷണമോ ആയ പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ക്ഷേമത്തിനും ആവശ്യങ്ങൾക്കും പകരം സ്വന്തം ആഗ്രഹങ്ങൾ, സുഖങ്ങൾ, താല്പര്യങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുക, അതുപോലെ ഒരാളുടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കുന്നത്, വേശ്യാവൃത്തി, മനുഷ്യക്കടത്ത്, അധാർമിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ പരിസ്ഥിതിക തകർച്ച, മലിനീകരണം, പ്രകൃതി വിഭവങ്ങളുടെ നാശം എന്നിവയ്ക്ക് യാത്രാ വ്യവസായം ഉൾപ്പെട്ടാൽ അത് സംസ്കാരങ്ങളെയും ആളുകളെയും വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ചൂഷണം ചെയ്യുന്നു. മദ്യം, വേദന സംഹാരികൾ, കഞ്ചാവ്, വിഷാദത്തിനുള്ള മരുന്നുകൾ, പുകയില, അമിതമായി കഴിക്കുന്ന കുറിപ്പുള്ള മരുന്നുകൾ, അതായത് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ്, മദ്യവും ലഹരി വസ്തുക്കളും ദുരുപയോഗം ചെയ്യുന്നത് ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തലേക്ക് നയിച്ചേക്കാം. ഇത് അശ്രദ്ധയും അധാർമികതയും പ്രതിഫലിപ്പിക്കുന്നു. വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ദോഷകരമായി ബാധിക്കും. ദരിദ്രരെയും ദുർബലരെയും അപരിചിതരെയും ലൈംഗിക കടത്തും ചൂഷണവും മനുഷ്യജീവനോടും അന്തസ്സോടുമുള്ള സോദോമിന്റെ അവഗണനയെ ഇവിടെ പ്രതിഫലിപ്പിക്കുന്നു. അനീതിയും അഴിമതിയും സോദോമിന്റെ ദുഷ്ടത നിമിത്തമുള്ള നാശത്തിന് സമാനമായി ജീവിതങ്ങളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും നശിപ്പിക്കാൻ കഴിയും. ദൈവദൂതന്മാരെ കൂട്ടബലാത്സംഗം ചെയ്യുന്ന സോദോമിന്റെ പാപം സദാചാര പോലീസ് അക്രമം പോലെയാണ്. ജനക്കൂട്ടങ്ങളോ വ്യക്തികളോ അവരുടെ ധാർമ്മിക നിലവാരം നടപ്പിലാക്കാൻ അക്രമം ഉപയോഗിക്കുന്നു. ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വീകാര്യമായ മാർഗമല്ല സദാചാര പോലീസിന്റെ ജോലി. കാരണം തെറ്റു തിരുത്തുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നത് ആയിരിക്കും ഉദ്ദേശമെങ്കിലും ചിലപ്പോൾ കൊലപാതകത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. എസെക്കിയേലിന്റെ പുസ്തകം 16-ാം അധ്യായം 49 മുതൽ 50 വരെയുള്ള വാക്യത്തിലും ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എന്നിവയുടെ ബൈബിൾ വിവരണങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ IT വ്യവസായത്തിന് പുരാതന നഗരമായ സോദോമിന് സാമ്യമുള്ളതായി അടയാളപ്പെടുത്തുന്നതിൽ ചിലത് ഗർവം, അഹങ്കാരം, സമ്പത്ത്, പദവി, ഭൗതിക വൈഭവം എന്നിവയിൽ നിന്ന് ഉടലെടുക്കുന്നു. പ്രതാപം അല്ലെങ്കിൽ സമ്പത്ത് ശേഖരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ ദരിദ്രരോടും ദുർബലരോടും താഴ്ന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളോടും വൈകല്യമുള്ള ജീവനക്കാരോടും താഴ്ന്ന വേതനമുള്ളവരോടും അവരുടെ നിസ്സംഗത, സാമൂഹിക ഉത്തരവാദിത്തത്തേക്കാൾ സ്വാർത്ഥ താല്പര്യത്തിനും സമ്പത്തിനും മുൻഗണന നൽകുന്നു. IT വ്യവസായത്തിലെയും കോസ്മോപൊളിറ്റൻ സംസ്കാരത്തിലെയും ചില വ്യക്തികൾ തങ്ങളുടെ സമ്പത്ത്, പദവി അല്ലെങ്കിൽ ഭൗതിക കഴിവുകൾ എന്നിവ കാരണം സോദോമിലെ പൗരന്മാരെ പോലെ അഭിമാനവും അഹങ്കാരവും പ്രകടിപ്പിക്കുന്നു. സോദോമിലെ പൗരന്മാർ അവരുടെ സ്വാർത്ഥതയ്ക്കും ആനന്ദാന്വേഷണത്തിനും പേരുകേട്ടവരായിരുന്നതുപോലെ ഭക്ഷണത്തിലോ പാനീയങ്ങളിലോ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിലോ ആഡംബര ചെലവിലോ ഭൗതികത്തിലോ അമിതമായ ആഘോഷങ്ങൾ പിന്തുടരുകയാണെങ്കിൽ അത് സോദോമിന് സമമാണ്.